മുഗൾ ഭരണാധികാരികൾ ഇന്ത്യയെ മൊത്തമായി ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിച്ചു. വിവാദ നിലപാടുമായി യോഗി ആദിത്യനാഥ്. നെഹ്റു രക്ഷപ്പെട്ടു എന്നല്ലേ. ഇന്ന് നെഹ്റുവിന് ഇച്ചിരി ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പാവം, ഇച്ചിരി സമാധാനം കിട്ടട്ടെ അല്ലേ. എന്താണ് ഇവന്മാരോടൊക്കെ പറയാമെന്നാണ്. ഒരല്പം പോലും ചരിത്രബോധമില്ലാത്ത മനുഷ്യർ നിരന്തരം ഇസ്ലാമോഫോബി ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. 800 കൊല്ലാണ് മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചത്. അവരെങ്ങാനും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആർക്കാണ് തടുക്കാൻ കഴിയുക? അവരതുപോലെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് പേരിനെങ്കിലും ഒരു ഹിന്ദുവെങ്കിലും നാട്ടിലുണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല മക്കളെ. പിടിച്ചു വലിച്ച് നിർബന്ധിച്ച് മതം മാറ്റം നടത്തുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. അങ്ങനെ ഇസ്ലാമിന് ഒരാളെയും വേണ്ട. ഇവിടെ ആളെ കിട്ടാത്ത പരിപാടി ഇല്ല. ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകുന്നത് കണ്ടിട്ട് സംഘികൾക്കും ക്രിസംഘികൾക്കും കുരുപൊട്ടി ഒലിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം ഡയലോഗ്സൊക്കെ. ഞാൻ ഈ അടുത്തൊരു പുസ്തകം കണ്ടു. നമ്മുടെ ഡോക്ടർ ശശി തരൂരിൻ്റെ ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു പുസ്തകം. ശശി തരൂരിൻ്റെ ആയതുകൊണ്ട് നിങ്ങളും കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതാട്ടോ. ഇപ്പോൾ ചെറിയ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും പറ്റുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മുഗളന്മാരുടെ ഇന്ത്യ അല്ലേ. ഷി ഹാഡ് ഗ്രേറ്റ് എഞ്ചിനീയറിംഗ് വർക്ക്സ്, ഷി ഹാഡ് ഗ്രേറ്റ് മെർച്ചൻസ്, ഷി ഹാഡ് ഗ്രേറ്റ് ബിസിനസ്മാൻസ്, ഷി ഹാഡ് ഗ്രേറ്റ് ഫിനാൻഷ്യൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പഴയകാല ഇന്ത്യ ഇങ്ങനെ വല്ലാതെ വർണ്ണിക്കുന്നുണ്ട്. വലിയ എൻജിനീയറിംഗ് വർക്ക്സ് ഉണ്ടായിരുന്ന, ഒരുപാട് കച്ചവട സാധ്യതകൾ ഉണ്ടായിരുന്ന, അത്രമേൽ വർണ്ണാഭമായി നിന്നിരുന്നൊരു ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അന്ന് വേൾഡ് ഇക്കോണമിയുടെ 23% ഇന്ത്യയാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ചേർന്നാലുള്ളതിനേക്കാൾ വലിയ ഇക്കണോമിക്കൽ ഗ്രോത്ത് എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലുണ്ടായിരുന്നു എന്നാണ്. വേണ്ട, ഇനി ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ മാത്രം അത് 27%. ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ വെറും 3% മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവരിവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ കൊള്ളയടിച്ചിട്ടാണ് പോയത്. എന്നാൽ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളെയും അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ വൈവിധ്യങ്ങൾ അത്രമേൽ മനോഹരമായി ഇന്നും നിലനിൽക്കാൻ കാരണം അതിൽ വലിയൊരു പങ്ക് മുഗളന്മാർക്ക് തന്നെയുണ്ട്. അല്ല, ഞാനിപ്പോൾ ഇത് ആരോടെ പറയണേ? നമുക്ക് വേണമെങ്കിൽ മങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷേ ഒരു സംഖ്യയെ എനിക്ക് തോന്നുന്നില്ല.